ബാലരാമപുരം മുടവൂർപ്പാറയിൽ നടന്ന സ്കൂൾ ബസ് അപകടത്തിൽ രക്ഷകരായി ആദ്യം ഓടിയെത്തിയത് കൊടിനടയിലെ ചുമട്ടുതൊഴിലാളികളുടെ സംഘമായിരുന്നു. 14 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ലോറി ഡ്രൈവർ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും മനസാന്നിധ്യം വെടിയാതെ ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ ലോഡിറക്കുന്നതിനായി പോകുവാൻ നിൽക്കുമ്പോഴായിരുന്നു കൂറ്റൻ ശബ്ദത്തിൽ അപകടം നടക്കുന്നത്. അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ നാട്ടുകാരും പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികളായ 9 പേരുടെ സംഘവുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നിലവിളിയോടെ പരുക്കുമായി നിന്ന കുട്ടികളെ ആശുപത്രിയിലെത്തിക്കുന്നതിനുള്ള നടപടിയും ഇവർ ആരംഭിച്ചു. തുടർന്ന് ലോറിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ട ഡ്രൈവറെ അരമണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് പുറത്തെടുത്തത്. ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ലോറിയുടെ മുകളിലും വശങ്ങളിലും കയറി നിന്ന് കമ്പിപ്പാര ഉപയോഗിച്ചായിരുന്നു ഏറെ ശ്രദ്ധയോടെ പുറത്തെടുത്തത്. ഈ ഗ്ലാസ് നമ്മൾ പൊളിച്ചിങ്ങോട്ട്, ഈ ഗ്ലാസ് പൊട്ടിയിരുന്നു. ഈ ഗ്ലാസ് പൊളിച്ചിട്ട് ഇതിനാ ഫ്രണ്ടിൽ കൂടെ അകത്ത് കയറിയിട്ട് നമ്മൾ ഈ ഡോർ തുറക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് പറ്റിയില്ല. പിന്നെ പാരയൊക്കെ കൊണ്ടുവന്നാണ് ഈ റോഡ് ഇത് ഇടിച്ചപ്പോഴേ ഈ ഡോർ ഇങ്ങനെയാണ് ചപ്പിയാണ് ഇരുന്നത്. ഇതുവഴി മുകളിൽ മറ്റേ ഇവിടുത്തെ ജാക്കി സ്പാൻഡറൊക്കെ എടുത്തുകൊണ്ടൊന്ന് മുകളിൽ കൂടെയൊക്കെ ഇട്ട് പാരയ്ക്ക് തന്നെ ഈ ഡോർ തുറന്നിട്ട് ഇതിൻ്റെ മേളിൽ കയറി ഞാൻ അകത്തിറങ്ങിയിട്ട് മറ്റേ ജാക്കി എടുത്ത് ഈ സ്റ്റിയറിങ്ങിനകത്തിറക്കി മുകളിൽ നിന്ന് അങ്ങോട്ട് തെന്നാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഈ പയ്യനെ അതിനകത്ത് നിന്ന് പുറത്തിറക്കിയത്. പോലീസും ഫയർഫോഴ്സും അപകടമറിഞ്ഞ് സ്ഥലത്തെത്തുമ്പോഴേക്കും രക്ഷാപ്രവർത്തനത്തിൽ ഇവരും അവർക്കൊപ്പം പങ്കാളികളായി. ചുമട്ടുതൊഴിലാളികളുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ആശ്വാസമായതെന്നും സംഭവസ്ഥലത്തെത്തിയ രക്ഷകർത്താക്കളും പറഞ്ഞു. സംഭവിച്ചത് നല്ലൊരു അപകടമായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല പരിക്കുണ്ട്. നല്ല പരിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ പരിക്കല്ല, എന്നാലും സാമാന്യം പിള്ളേരൊക്കെ പേടിച്ചു. നെറ്റിയൊക്കെ പോയി സീറ്റുകളിൽ തമ്മിലിടിച്ചു. ഒരു കൊച്ച് ബോധമില്ലാതെ ഇവിടെ വീണു. അപ്പോൾ അങ്ങനെയുള്ള ഇതായിരുന്നു. ഈ പിന്നെ ഒരുപാട് പണിപ്പെട്ടത് ഈ പിക്കപ്പിൻ്റെ ഡ്രൈവറെ പുറത്തിറക്കാനാണ് ഒരുപാട് പണിപ്പെട്ടത്. അയാൾ ഒരു മരണം വരെ സംഭവിക്കാൻ ആ ഒരു സാഹചര്യത്തിലുള്ള ഇടിയായിരുന്നു. പിക്കപ്പ് തന്നെ ഏകദേശം പിക്കപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 അടിയോളം ഇടിച്ച് അകത്തോട്ട് കയറിയിട്ടുണ്ട്. സീറ്റും സ്റ്റിയറിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ജാമായി അതിൻ്റെ ഇടയിൽ കുരുങ്ങിയിരിക്കുകയായിരുന്നു. ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിളിച്ചെങ്കിലും അവരെത്തുന്ന മുമ്പേ ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവരെ പുറത്തെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോഴത്തേക്കാണ് ഫയർഫോഴ്സൊക്കെ എത്തിയത്. കമ്പിപ്പാരയൊക്കെ ഇവിടെ ഈ ബിൽഡിംഗ് തൊട്ടടുത്തൊരു ബിൽഡിംഗ് പണി നടക്കണുണ്ടായിരുന്നു. അവിടെ നിന്ന് കമ്പിപ്പാരയും ജാക്കി ആമറൊക്കെ എടുത്ത് പിന്നെ അത് ഡോറ് കുത്തി പൊളിച്ച് എന്നിട്ട് വണ്ടിയുടെ മേളിൽ കയറി പൊട്ടിയ ഗ്ലാസ്സിനകത്തൂടെ ജാക്കി ഇറക്കി സ്റ്റിയറിങ്ങിലിട്ട് പിടിച്ച് അതിനെ ഫ്രണ്ടിലോട്ട് തെളിച്ചാണ് ആളിനെ പുറത്തെടുത്തത്. ഈ പിടിത്തത്തിൽ ജാക്കി വരെ വളഞ്ഞുപോയി. അത്രയും നന്നായിട്ടാണ് ഇത് നല്ല ചുരുതിയിരുന്നത്. ഇവിടെ എത്ര തൊഴിലാളികൾ ആ സമയത്തുണ്ടായിരുന്നു? 9 തൊഴിലാളികളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ യൂണിയൻ എന്ന് പറഞ്ഞാൽ CIT, INTC, ITC 3 യൂണിയനാണ്. 3 യൂണിയനിലും കൂടെ 9 തൊഴിലാളികളുണ്ടായിരുന്നു ഇവിടെ. മുൻപും ഒട്ടനവധി അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തി മാതൃക തീർത്തിട്ടുണ്ട് കൊടിനടയിലെ ഈ ചുമട്ടുതൊഴിലാളികൾ. കഴിഞ്ഞ ദിവസവും ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്ന നടപടി സ്വീകരിച്ചതും ഈ ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു. അപകടത്തിൽപ്പെട്ട പലർക്കും ഇവരുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു ആശ്വാസമാണ് ഇതുവരെയും നൽകിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അകത്തോട്ടാണ്. ഈ സാധനം ഈ ഗ്ലാസിൻ്റെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണണമെങ്കിൽ ഈ ഫ്രണ്ട് ഏകദേശം ഈ ഇതും കഴിഞ്ഞ് ഇതുവരെ വരണമാണ് ഈ ഫ്രണ്ടേജ് വരുന്നത്. ഇപ്പം ഏകദേശം ഒരു 2 അടിയോളം വണ്ടിയുടെ ഫ്രണ്ട് അകത്ത് കയറിയിരിക്കുകയാണ്. 2 അടിയോളം അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അയാൾ നല്ല ബുദ്ധിമുട്ടിയാണ് അയാളെ പുറത്തിറക്കിയത്, വണ്ടിയുടെ ഡ്രൈവറിനെ. ഈ പയ്യൻ ഒരു സ്കെൽറ്റും പ്രായം കുറഞ്ഞ ഒരു കൊച്ചു പയ്യനായതുകൊണ്ട് അപകടം സംഭവിച്ചില്ല. ഇത്തിരി സൈസുള്ള ആളാണെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു. അത്രത്തോളം ഈ സ്റ്റിയറിംഗൊക്കെ നെഞ്ചിലടിച്ചിട്ടുണ്ടാവും. ഇത്രയും അകത്ത് കയറി നെഞ്ചിലുണ്ടായിരുന്നാലും ഇത്തിരി സൈസുള്ള ഒരാളാണെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു ഡ്രൈവറിന്. ഡോറ് പൊളിച്ചാണ് ഈ ഡോറാണ് പൊളിച്ചത്. കണ്ടാ സീറ്റ് ഇതുമായിട്ട് ഇടിച്ച് നേരെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് ഡോറ് കെട്ടിവെച്ചതാണ്. ആ ഡോറൊന്നും തുറക്കാൻ പറ്റൂല. ആ സൈഡൊക്കെ തുറക്കാൻ നോക്കി. ആ സൈഡ് വേണ്ട, ആ നമ്മളെ മേളിലോട്ട് വരുന്ന മറ്റേ സ്റ്റേ കമ്പിയെല്ലാം ഡോറിനോട് ജാമായാണ് ഇരിക്കുന്നത്.
നമ്മളെ എല്ലാ യൂണിയൻ തൊഴിലാളികളും ഇവിടെ ഉണ്ടായിരുന്നു. യൂണിയൻ തൊഴിലാളികളുടെ ഫുൾ സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പിള്ളേരെ ഇറക്കാനാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഈ വണ്ടിയിൽ നിന്ന് ഈ പിന്നെ ഡ്രൈവറെ പുറത്തെടുക്കാനാണെങ്കിലും ഫുള്ളായിട്ട് യൂണിയൻ തൊഴിലാളികളും നാട്ടുകാരെല്ലാം നല്ല സഹകരണമായിരുന്നു. ഞങ്ങളിവിടെ ഈ ഭാഗത്ത് എന്ത് സംഭവിച്ചിരുന്നാലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് ആക്സിഡൻ്റ് ആവേണ്ട, ഒരാൾ നടന്നു പറഞ്ഞ ഒരാളാണെങ്കിലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെങ്കിലും ഞങ്ങൾ എത്തിക്കാറുണ്ട്. മുൻപും ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി അപകടങ്ങളിൽ രക്ഷകരായും രക്ഷാപ്രവർത്തകരായും ഈ ചുമട്ടുതൊഴിലാളികളുടെ കരങ്ങളുണ്ടായിരുന്നു. ചുമട്ടുതൊഴിലിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ കൊടിനടയിലെ ഈ തൊഴിലാളികൾ മാതൃക തീർക്കുകയാണ്. ബസ്സുകാർ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളെ അഭിപ്രായം അനുസരിച്ച് ബസ്സുകാരും നന്നായിട്ട് കൊച്ചു പിള്ളേരെ കൊണ്ടുപോകണം. ബസ്സുകാർ ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയും വെയിറ്റ് ഷെഡ് ഇത്രയും നീങ്ങിയാണ് ഇരിക്കുന്നത്. ഏകദേശം വെള്ളവരയുടെ ഇങ്ങോട്ട് റോഡിലോട്ട് കയറിയാണ് വണ്ടി നിന്നത്. ഈ രണ്ട് വണ്ടിയും ഒതുക്കിയാണ് ഈ സൈഡിലോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് ഒതുക്കിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആക്സിഡന്റ് നമ്മുടെ ഈ റോഡിൽ സ്ഥിരം നടക്കുന്നുണ്ട്. ഞായറാഴ്ച ഉണ്ടായിരുന്നു, ശനിയാഴ്ച ഉണ്ടായിരുന്നു. നമ്മളെ കൊടിനട ജംഗ്ഷനിലെല്ലാം വെച്ച് ശനിയും ഞായറും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാ തൊഴിലാളികളില്ലെങ്കിൽ ഒരാളല്ലെങ്കിൽ ഒരാൾ ഇവിടെ കാണും. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആ ഒരു ചുമതല ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പല പ്രാവശ്യം ജോലിയുടെ ഇടയിലും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടാണ് ശരി തന്നെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ജോലി നിർത്തി വന്ന് നമ്മൾ അവിടെ വേണ്ട സഹായ സഹകരണം എല്ലാം ചെയ്യുന്നുണ്ട്. ചുമട്ടുതൊഴിലിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ കൊടിനടയിലെ ഈ തൊഴിലാളികൾ മാതൃക തീർക്കുകയാണ്.